إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, രണ്ടാഴ്ച മുമ്പുള്ളൊരു ഖുതുബയിൽ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലും അവരോട് പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നാം സംസാരിച്ച് തുടങ്ങിയിരുന്നു. 7 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചിട്ടുണ്ട്. 8ാമത്തെ കാര്യം, അള്ളാഹുവിലേക്ക് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാവിന് നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക എന്ന് പറയുന്നതാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹത്തിനടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, ഞാനൊരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ അവൾ വിസമ്മതിച്ചു. അവളെ മറ്റൊരു പുരുഷൻ വിവാഹം അന്വേഷിച്ചു, അയാളുമായി വിവാഹബന്ധം നടത്തുന്നത് അവൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ പെണ്ണിനോട് ഗൈറത്ത് തോന്നി, ഒരു ഈർഷ്യത തോന്നി. അങ്ങനെ അവളെ ഞാൻ കൊന്നു. കാരണം കല്യാണം അന്വേഷിച്ചിട്ട് കല്യാണം നടത്താൻ തയ്യാറാവാതിരിക്കുകയും വേറെ ഒരാളുമായി വിവാഹം നടത്താൻ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന പക. അങ്ങനെ ഞാൻ അവളെ കൊന്നുപോയിട്ടുണ്ട്. എനിക്ക് ഈ കൊലയിൽ നിന്ന് തൗബയുണ്ടോ, പശ്ചാത്താപമുണ്ടോ എന്നതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം അന്വേഷിക്കുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ ചോദ്യം, നിനക്ക് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നീ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, നിനക്ക് സാധ്യമായത്ര അള്ളാഹുവിലേക്ക് അടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നീ ചെയ്യുക എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയച്ചു. ഇത് കേട്ട താബിഈകളിൽപ്പെട്ട അതാ ഇബ്നു യസാർ റഹിമഹുല്ല അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇയാളോട് എന്തിനാണ് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ. മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ള മറ്റൊരു പ്രവൃത്തിയും ഒരു അമലും എനിക്കറിയുകയില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു പെണ്ണിന് പ്രത്യേകിച്ച് കാരണമൊന്നില്ലാതെ കൊന്ന ഒരാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ ഉപയുക്തമായ നിലക്ക് അതിന്റെ മറ്റ് നിബന്ധനകൾക്ക് പുറമെ, അതായത് കൊന്നതിനുള്ള നഷ്ടപരിഹാരം, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ ഒരു തിന്മക്ക് പകരം അള്ളാഹുവിലേക്ക് അടുക്കാൻ നിനക്ക് ഏറ്റവും സാധ്യമായ വഴി നിന്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് പുണ്യം ചെയ്യലാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാനത് ചോദിച്ചത്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മറ്റു കാര്യങ്ങൾ ഇബ്നു അബ്ബാസ് നിർദ്ദേശിച്ചു കൊടുത്തു. അപ്പൊ ഇത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ കാര്യമാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന അല്ലെങ്കിൽ അടുക്കാൻ പറ്റുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഉമ്മക്ക് പുണ്യം ചെയ്യുക എന്നതാണ്. ഇവിടെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉമ്മക്ക് പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിതാവ് അതിൽ നിന്ന് ഒഴിവാകുന്നില്ല. പിതാവിനേക്കാൾ ബാധ്യതയേറിയതാണ്, കടപ്പെട്ടതാണ് ഉമ്മ എന്നതുകൊണ്ടാണ് ഇവിടെ ഉമ്മയെ പ്രത്യേകം പറഞ്ഞത്, പിതാവ് അതിൽ പെടാത്തത് കൊണ്ടല്ല. 9ാമത്തെ കാര്യം, മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ടത് നല്ല സംസാരങ്ങൾ നടത്തുക എന്നതാണ്. പലപ്പോഴും പ്രത്യേകിച്ച് അല്പം മുതിർന്ന് ചെറുപ്പക്കാരായി അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിലേക്കും ഏർപ്പെടുമ്പോൾ മാതാപിതാക്കൾ പ്രായം ചെന്നവരാകുന്നു. ഒരുപക്ഷെ മാതാപിതാക്കൾ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലെത്തുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോ ബാപ്പയോട് കയർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ തനിക്കിഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ ബാപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അവരോട് വെറുപ്പ് കാണിക്കുക, മോശമായ സംസാരങ്ങൾ നടത്തുക, ദേഷ്യം പിടിക്കുക, ചാടിക്കളിക്കുക, കയർക്കുക, ഇങ്ങനെ പലതും സാധാരണ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാൾ വന്നുകൊണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്
എന്ന് അദ്ദേഹത്തിനോട് കുറ്റസമ്മതം നടത്താൻ, ഇങ്ങനെയൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത്രക്കൊരു പാതകം ചെയ്തവനാണ് ഞാൻ. അപ്പൊ ഈ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി, ലൈസത്ത് ഹാദിഹി മിനൽ കബായിർ, നീ എന്നോട് ഈ എണ്ണിപ്പറഞ്ഞ പാപങ്ങളൊന്നും വൻപാപങ്ങളിൽ പെട്ടതല്ല. അപ്പൊ ഇയാള് വലിയ ഞാനൊരു പാപിയാണ് എന്നുള്ളവർക്ക് കുറെ തെറ്റുകൾ പറയാൻ, ഞാൻ ഇതൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ ഈ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി, നീ ചെയ്തതൊന്നും വൻപാപമല്ല, തെറ്റാണ് പക്ഷെ വൻപാപമല്ല. എന്നിട്ട് അദ്ദേഹം വൻപാപങ്ങൾ ഏതൊക്കെയാണ്, അത് നമ്മൾ സാധാരണ 7 എണ്ണം സാധാരണ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അക്ബറുൽ കബായിർ അല്ലെങ്കിൽ അസ്ബഉൽ മൂബിഖാത്ത് എന്നൊക്കെ പറയുന്നത്. വേറെ ചില ഹദീസുകളിൽ 9, ചില ഹദീസിൽ 10 ഒക്കെ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് 9 കാര്യങ്ങൾ വൻപാപങ്ങളാണ് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ കുറ്റം ഏറ്റുപറഞ്ഞു വന്ന ആളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനതിൽ 8 എണ്ണം ഒഴിവാക്കുകയാണ്. 9ാമത് പറഞ്ഞ വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖി, ഇത് വേറൊരു വിഷയമാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന് പറയുന്നതോടൊപ്പം മാതാപിതാക്കളെ ധിക്കരിക്കുക എന്ന് പറയുന്നത് വേറെ പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ, മാതാപിതാക്കൾ, ബാപ്പ മാത്രമല്ല ബാപ്പയും ഉമ്മയും കരയുക എന്ന് പറയുന്നത് അവരോടുള്ള ഉഖൂഖ്, പുണ്യം ചെയ്യുക എന്നതിന് എതിരായ കാര്യത്തിൽപ്പെട്ടതാകുന്നു. അപ്പൊ വാപ്പയും ഉമ്മയും കരയുക എന്നാ എന്തിനു കരയാ? മക്കളുടെ വാക്കാൽ, പ്രവർത്തനങ്ങളാൽ, സംസാരങ്ങളാൽ, മുഖഭാവത്താൽ, കോപത്താൽ, ദേഷ്യത്താൽ, കയർക്കുന്നതിനാൽ, ഇങ്ങനെ എന്തും നമ്മളിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മാതാവോ പിതാവോ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുക എന്ന് പറയുന്ന അള്ളാഹുവും റസൂലും ശക്തമായി വിലക്കിയിട്ടുള്ള വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാകുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇയാൾ സ്വന്തം ഏറ്റുപറഞ്ഞതൊന്നും വൻപാപമല്ല, വൻപാപങ്ങൾ 9 എണ്ണമുണ്ട്. എന്നിട്ട് അതിൽ പറയാണ് ഈ ഒരു കാര്യം, അതെന്താ, ഇങ്ങനെ നിന്റെ മാതാപിതാക്കളോട് ചെയ്യാൻ പാടില്ല, എങ്കിലത് വൻപാപമാണ്. എന്നിട്ട് ഇബ്നു ഉമർ ചോദിച്ചു, നിന്റെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഫവല്ലാഹ് ലൗ അലൻത ലഹുൽ കലാമ വഅതഅംതഹ അത്അാമ ലതദ്ഖുലന്നൽ ജന്നഹ മജ്തനബ്തൽ കബായിർ. നീ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മയോട് സംസാരത്തെ മയപ്പെടുത്തുക, ഇതാണ് ലീൻ, ലയ്യിൻ, മാർദ്ദവമുള്ളത്, അയവുള്ളത്, നൈർമല്യമുള്ള, അതാണ് അലന്ത ലഹൽ കലാമ, ഉമ്മയോടുള്ള സംസാരത്തെ നീ മയപ്പെടുത്തുകയും, ആ മയപ്പെടുത്താൻ പറഞ്ഞാൽ ബാക്കി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കയർക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, കോപിക്കാൻ പാടില്ല, വെറുപ്പുള്ള സംസാരം പറയാൻ പാടില്ല, അതൊന്നും പാടില്ല. സൗമ്യമായ സംസാരം നടത്തുകയും ഉമ്മയെ നീ ഭക്ഷിപ്പിക്കുകയുമാണെങ്കിൽ നീ വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും. അപ്പൊ വൻപാപങ്ങൾ ഒഴിവാക്കുക, ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുക, ഉമ്മയോട് നല്ല നിലക്ക് സംസാരിക്കുക, എങ്കിൽ നിനക്ക് സ്വർഗം ലഭിക്കും. അപ്പൊ ഇതൊക്കെ നീ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല. സംസാരങ്ങൾ മയപ്പെടുത്തുക. നോക്കൂ, ഇത് പലപ്പോഴും നമ്മളൊക്കെ എത്ര നല്ല നിലക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ചില ഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കളോട് അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവർക്ക് വെറുപ്പ് തോന്നുന്ന, ഓ എന്റെ മകൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്റെ മകൾ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ ആ ഒരു നോട്ടം നോക്കിയില്ലേ എന്നൊക്കെ മാതാപിതാക്കൾ സങ്കടപ്പെടാറുണ്ട്. അതൊക്കെ ഈ പറയുന്ന ബിറിന് എതിരും അവരോട് ധിക്കാരം പ്രവർത്തിക്കുക എന്ന് പറയുന്ന വൻപാപങ്ങളിൽപ്പെട്ട കാര്യവുമാകുന്നു. നേരത്തെ പറഞ്ഞ സംഭവവും ഈ പറഞ്ഞ സംഭവവും രണ്ടും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതും ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത് സ്വഹീഹായ റിപ്പോർട്ടാണ് എന്ന് രേഖപ്പെടുത്തിയതുമാണ്. 10ാമത്തെ കാര്യം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നതാണ്. അപ്പൊ നല്ല സംസാരം, അവരെ കോപിപ്പിക്കാൻ പാടില്ല. അത് മാത്രല്ല, മാതാപിതാക്കൾക്ക് അപ്പൊ എന്നാ പിന്നെ ഒന്നും മിണ്ടാതിക്കുക എന്ന് വിചാരിച്ച് മിണ്ടാതെ പോണ്ട. പിന്നെന്താണ്, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, അവരെ ചിരിപ്പിക്കുക എന്നത് അവരോടുള്ള പുണ്യത്തിൽ മക്കൾ പാലിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു എന്നതാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തൊരു ഹദീസ് കാണാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്താനും നിങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈനീട്ടി. ഹിജ്റ പോവുക, ജിഹാദ് നടത്തുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ച് ചെയ്യാനാണ്. അതായത് ഭൗതികമായ ഒരു നേട്ടവും ഉദ്ദേശിച്ചല്ല. ഹിജ്റ പോയാൽ അവിടെ പോയാൽ എന്തെങ്കിലും ഇവിടത്തേക്കാൾ മെച്ചമുള്ളത് കിട്ടുമെന്നതോ, യുദ്ധത്തിന് പോയാൽ ഗനീമത്ത് സ്വത്ത് കിട്ടുമെന്നതോ ഇതൊന്നും എനിക്ക് മോഹല്ല. അബ്തഗിൽ അജ്റ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പൊ നോക്കൂ, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 2 സംഗതികളാണ് ഹിജ്റ, ജിഹാദ്. അപ്പൊ നബിന്റെ ചോദ്യം, നിനക്ക് മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ. ഇനിയല്ല 2 പേരുമോ?
ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു നഅം ബൽ കിലാഹുമ, ഒരാളല്ല രണ്ടാളുമുണ്ട്. എന്റെ ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ നബിന്റെ മറുപടി ഫതബ്തഗിൽ അജ്റ മിനല്ലാഹ്, നീ ഹിജ്റ പോകാൻ ഉദ്ദേശിക്കുന്നതും ജിഹാദ് നടത്താൻ ഉദ്ദേശിക്കുന്നതും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി കിട്ടാനല്ലേ? അല്ലേ? അതിനല്ലേ നീ പോകുന്നത്? എങ്കിൽ നീ ജിഹാദിനും ഹിജ്റക്കുമല്ല പോകേണ്ടത്, നിന്റെ ഈ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഫർജ് ഇലാ വാലിദൈക, നിന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് നീ തിരിച്ചു പോവുക. നീ ജിഹാദിന് ഇപ്പോൾ പോകേണ്ടതില്ല, ഹിജ്റക്കും പോകേണ്ടതില്ല. ഫഅഹ്സിൻ സുഹ്ബതഹും, എന്നിട്ട് അവരോടുള്ള സഹവാസനാൽ ബാപ്പ ഒരു വീട്ടിലും മക്കള് വേറെ വീട്ടിലും അല്ല, അവരോടൊപ്പം സഹവസിക്കുക, അവിടെ ഉണ്ടാവുക, അവർക്ക് രാത്രിയിലും പകലിലും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്താണോ അവരുടെ ആവശ്യം ആ ആവശ്യം നിറവേറ്റുക. അപ്പൊ ബാപ്പന്റെയും ഉമ്മന്റെയും സാഹിബാവുക എന്നാണ്. സുഹബത്ത് എന്ന സഹവാസം എന്നാണ്, കൂടെ വസിക്കുക. ഈ കൂടെ വസിക്കാത്ത പ്രശ്നം പലപ്പോഴും കുടുംബത്തിലുണ്ടാവും. ചിലപ്പം ബാപ്പയും ഉമ്മയേക്കും കാരണക്കാരൻ. കാരണം മക്കൾ എത്ര സ്നേഹിച്ചാൽ തിരക്കില്ല, ഞാൻ ഇവിടെ തന്നെ, ഇവിടുന്ന് അങ്ങോട്ടും കുറ്റി പറിച്ചു പോരാനില്ല, ഇതെന്റെ വീടാൻ, ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എണീറ്റ് നടക്കാൻ കഴിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല, മറ്റാളുടെ സഹായം വേണം. എന്നാൽ പോലും മക്കൾ എത്ര സ്നേഹത്തിൽ വിളിച്ചാലും പോകാത്ത വാശി പിടിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെ വാശി പിടിച്ച് മക്കളെ വെറുപ്പിക്കേണ്ടതില്ല. നിങ്ങളെ പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ, നന്നായി വളർത്താനാണ് അവർ അവരുടെ കൂടുതൽ സൗകര്യമുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോയി കൊടുക്കുക. അവർക്കും സ്വർഗം കിട്ടിക്കോട്ടെ, കൂലി കിട്ടിക്കോട്ടെ, അവർക്കും സന്തോഷമുണ്ടാകട്ടെ, നിങ്ങളും അതുകൊണ്ട് സന്തോഷിക്കുക, രണ്ടുകൂട്ടർക്കും സന്തോഷം. എന്നാൽ മറുഭാഗവും കാണാം, മാപ്പനെയും ഉമ്മനെയും കൂടെ കൂട്ടാതെ. കാരണം അവരുടെ സംസാരമോ പെരുമാറ്റമോ അല്ലെങ്കിൽ അവരുടെ കോലമോ ഒരു സാധു, ഒരു കാക്കയായി, ഒരു തള്ളയായി, ആളുകളെ കാണിക്കാൻ പറ്റാത്ത, എന്നാൽ പഴഞ്ചനായി ജീവിക്കുന്ന ആളുകളെ എന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് പറയാൻ പറ്റില്ല. എന്റെ പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റൂല. അവര് ആളുകൾ കണ്ടാൽ മോശാണ്, അവിടെ തുപ്പും, ഇവിടെ വലിച്ചിടും, അങ്ങോട്ട് എടുത്തിടും, ഇതൊന്നും വൃത്തിയാക്കൂല. ഇതൊക്കെ കാണുമ്പോ ആളുകൾക്ക് ഒരു അവമതിപ്പുണ്ടാക്കും. അതുകൊണ്ട് അവരവിടെ തന്നെ താമസിച്ചോട്ടെ, നമ്മളിവിടെ വേറെ താമസിക്കാം. അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ ചിലപ്പോ ഇഷ്ടപ്പെടുകയില്ല, ചിലപ്പോൾ മകൻ ഇഷ്ടപ്പെടുകയില്ല, മകന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ആ ശല്യം തീർക്കാൻ അവിടെ തന്നെ നിന്നോട്ടെ, ഇടക്കൊക്കെ പോയി ഒക്കെ തിന്നാൻ വേണ്ടൊക്കെ കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഖുർആൻ കൽപ്പിച്ചതും കാഫിറായ മാതാപിതാക്കളാവുകയും കാഫിറായ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ പോലും ഈ കാഫിറായ ബാപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും അവരോടൊപ്പം നല്ല രീതിയിൽ സഹവസിക്കണം എന്ന ഖുർആന്റെ കൽപ്പന. കൊടുക്കണമെന്നല്ല, അവരോടൊപ്പം സഹവസിക്കണം, ഓൽക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പൊ പൈസ കൊടുക്കുക മാത്രല്ല, വസ്വാഹിബുഹുമ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിന്റെ കാര്യത്തിൽ നല്ല നിലയിൽ അവരോടൊപ്പം കൂടെ താമസിക്കണം. ഇത് ശിർക്ക് ചെയ്യുന്നല്ല, ശിർക്കും കുഫറും ചെയ്യുകയും അപ്പണി ചെയ്യാൻ നമ്മോട് നിർബന്ധിക്കുകയും ചെയ്യുന്ന പാപ്പയും ഉമ്മയും ആണെങ്കിൽ പോലും അവരോട് സഹവസിക്കണം. അപ്പൊ പിന്നെ നമ്മെ പോറ്റി വളർത്തിയ, തൗഹീദ് പഠിപ്പിച്ച, ദീൻ പഠിപ്പിച്ച, അതിന് പ്രേരണ നൽകുന്ന, നമ്മോട് യാതൊരു മതപരമായ എതിർപ്പുമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ അവരോട് എത്ര കണ്ട് സഹവസിക്കണം, അത് നമ്മൾ കണക്കൂട്ടിയാൽ മതി. അതാണ് ഫഅഹ്സിൻ സുഹ്ബതഹും, അവരുമായുള്ള സഹവാസത്തെ നീ നന്നാക്കണം, നല്ല നിലക്ക് അവരോടൊപ്പം ജീവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയുണ്ടായി. ഇത് ഇമാം മുസ്ലിം ജിഹാദിനും ഹിജ്റക്കും വേണ്ടി നബിയോട് ബൈഅത്ത് ചെയ്ത് ഞാൻ അതിന് വന്നതാണ്, പോകാൻ വന്നതാണ് എന്ന് ഉറപ്പിച്ച് ബൈഅത്ത് കൊടുക്കാൻ വേണ്ടി വന്ന ആളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ മറുപടി. ഇനി ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മുസ്ലിമിന്റെ ഹദീസ് അല്ലാതെ അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ അൽ അദബുൽ മുഫ്രദ്, ഇങ്ങനെയുള്ള അൽ ഇർവാഉൽ ഖലീൽ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതേ വിഷയം വേറെ വാചകങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതിൽ മുകളിൽ പറഞ്ഞ ഹദീസിൽ കാണാത്ത ചില കാര്യങ്ങൾ കാണാം. ഈ ആള് വന്നിട്ട്, സഹാബി വന്നിട്ട് നബിയോട് പറയാൻ, ഞാൻ ഇങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്, തറക്തു അബവയ്യ യബ്കിയാനി, ഞാൻ ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വാപ്പനോടും ഉമ്മനോടും പറഞ്ഞു പോന്നതാ. പോരുമ്പോ ഞാൻ അവരെ വിട്ടുപോകുന്നത് അവർ രണ്ടുപേരും കരയുന്ന അവസ്ഥയിലാണ്. അതെന്തുകൊണ്ടാ? മക്കളോടുള്ള സ്നേഹം കൊണ്ട് പോയാൽ മരിച്ചു മോനെ പോണ്ടാന്ന് വിചാരിച്ചിട്ടല്ല. ഈ വാപ്പക്കുമ്മക്കും ഇവിടെ ഉണ്ടാവണം, അവരുടെ സഹവാസം ആവശ്യമാണ്, ഇവർ പ്രായമെത്തിയവരാണ്, അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ടാകും എന്ന നിലക്കാണ് ഈ പ്രായമെത്തിയ ബാപ്പയും ഉമ്മയും കരയുന്നത്. ഈ രണ്ടുപേരും കരയുന്ന അവസ്ഥയിലാണ് ബാപ്പയും ഉമ്മയും ഞാൻ വിട്ടേച്ചു പോകുന്നത് എന്ന് ആ ഹദീസ് കാണാം. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ബാപ്പക്ക് ഇഷ്ടമല്ല ഹിജ്റ പോകുന്നത്, ബാപ്പക്ക് ഇഷ്ടമില്ല ജിഹാദിന് പോകുന്നത്, ബാപ്പക്ക് ഇഷ്ടമില്ല ക്ലാസിന് പോകുന്നത്, ബാപ്പക്ക് ഇഷ്ടമില്ല വെയിലും മഴയും കൊള്ളുന്നത് എന്ന് വിചാരിച്ചിട്ട് ദീനിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയമല്ല ഇവിടെ പറയണത്. ഇവർക്ക് ഇവരുടെ സഹവാസം ആവശ്യമാണ് മകന്റെ, അതുകൊണ്ടാണ് അവർ കരയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഇലൈഹിമ, നീ പോന്നപ്പോൾ കരഞ്ഞ നിന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് നീ തിരിച്ചു പോകുക
എന്നിട്ട് ഫഅൽഹിഖ്ഹുമാ കമാ അബ്കൈതഹുമാ, നീ അവരെ എപ്രകാരം കരയിപ്പിച്ചുവോ അതേപോലെ തിരിച്ചു ചെന്ന് അവരെ നീ ചിരിപ്പിക്കുക. അപ്പൊ കണ്ടോ, ഒന്നാമത്തെ ഹദീസില് അഹ്സിൻ സുഹ്ബത്തഹും, അവരോടുള്ള സഹവാസത്തിനെ നന്നാക്കണം, നല്ലൽക്ക് അവരുടെ കൂടെ പോയി ജീവിക്കും. ഇവിടെ അതിനേക്കാൾ അധികമുള്ള കാര്യം എന്താ, നീ പോകുകയാണ് എന്നതുകൊണ്ട് കരഞ്ഞ മാതാപിതാക്കൾ അടുക്കൽ പോയി അവരെ നീ ചിരിപ്പിക്കണം. അപ്പൊ കരയിപ്പിച്ചതിന് പകരം ചിരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചതായി ഈ പറയുന്ന ഹദീസുകളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ആ ഹദീസ് സഹീഹാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ നോക്കൂ, ഈ നമ്മെ കരയുമ്പോൾ നമ്മുടെ കരച്ചിൽ മാറ്റാൻ നമുക്ക് ചിരിയും സന്തോഷവും ആവശ്യമായപ്പോൾ അതൊക്കെ നൽകാൻ വേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ വാപ്പയും ഉമ്മയും ചെറുപ്പകാലത്ത് നടത്തിയിട്ടുണ്ട്. വേണ്ടതൊക്കെ വാങ്ങിത്തരിക, ചോദിച്ചതൊക്കെ തരിക, എത്ര വട്ടം ചോദിച്ചാലും അതിന് മറുപടി പറയുക, എത്ര നമ്മൾ അനുസരണക്കേട് കാണിച്ചാലും നമ്മെ സ്നേഹിച്ച് നല്ല അവസ്ഥയിൽ കൊണ്ടുപോവുക, അല്ലെ? ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് വീണ്ടും പറഞ്ഞ് എത്ര ചോദിച്ചാലും നമ്മുടെ ചോദ്യത്തിന് വാപ്പയമ്മയും മറുപടി പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ എന്നോടല്ലോ പറഞ്ഞ എന്താ പിന്നെ ചോദിക്കുന്നത് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ ചോദിച്ച വസ്തു വീണ്ടും ചോദിക്കുന്നു, പിന്നെയും കൊടുക്കാൻ പറയുന്നു, അത് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ മക്കളാകുന്ന നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അവരുടെ ജീവിതം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതവർക്ക് തിരിച്ചു കിട്ടണം. ഈ തിരിച്ചു കിട്ടേണ്ട സന്ദർഭത്തിൽ അവരോട് സംസാരിക്കാത്ത, കയർത്ത് സംസാരിക്കുന്ന, മക്കളോട് വർത്താനം പറയണ്ട എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം എന്താ, എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല. അവൻ എങ്ങനെയാണ് ചാടുക, എങ്ങനെയാണ് കുരക്കുക, എങ്ങനെയാണ് കയർക്കുക എന്നറിയില്ല. ഇത് കേട്ട് മടുത്ത ആൾക്കാരാണ്. അപ്പൊ നീ സന്തോഷം ഉണ്ടായില്ലെങ്കിലും മക്കളുടെ കയർപ്പ് കേട്ടിട്ട് വിഷമം തോന്നണ്ട എന്നുള്ള നിലക്ക് ചോദിച്ചതിന് മാത്രം മറുപടി, അതിലപ്പുറം ഒന്നും അങ്ങോട്ട് പറയാത്ത, സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവും. ചിലപ്പോ മക്കൾ വരുമ്പോഴേക്ക് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. എന്താ, അവന്റെ ആട്ടും തുപ്പും കേൾക്കണ്ട, അവന്റെ സംസാരം കേൾക്കണ്ട, അവന്റെ നോട്ടം കേൾക്കണ്ട, അവന്റെ ചീത്ത പറയുന്നത് കേൾക്കണ്ട. ഇതൊന്നും കേൾക്കാതിരിക്കാൻ മക്കൾ വരുമ്പോഴേക്ക് വാതിലടച്ച് കിടക്കുന്നു. ഏത് ഓലവാതിൽ കൂട്ടി കിടക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയണല്ല, അനുഭവത്തിൽ, അതായത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടോ? ഇവർക്ക് എത്ര കണ്ട് വെറുപ്പ് നമ്മളോടുണ്ട്. നല്ല നിലക്ക് സംസാരിക്കുക എന്നതിനപ്പുറം അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരെ നമ്മൾ കരയിപ്പിക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം കുറ്റകരമാണ്. ഈ ആളുകളെ കൊണ്ട് നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കും? അപ്പൊ നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് നീ അവരെ കരയിപ്പിച്ചതുപോലെ, എന്തിന് ദേഷ്യം പിടിപ്പിച്ച് കരയിപ്പിച്ചതല്ല, അവരോട് ധിക്കാരം കാണിച്ചത് കൊണ്ട് കരയിപ്പിച്ചതല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യാനും ജിഹാദിനു വേണ്ടിയും പോകുകയാണല്ലോ എന്നതുകൊണ്ട് അവരുടെ സഹവാസം ആവശ്യമായിരിക്കെ കരഞ്ഞുപോയ മാതാപിതാക്കളെ തിരിച്ചു ചെന്ന് ചിരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ആളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഉപദേശം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ യാത്ര പോകുന്നു, യാത്ര കഴിഞ്ഞ് വരുന്നു. ഇങ്ങനെ എപ്പോഴാണെങ്കിലും ബാപ്പയോടും ഉമ്മയോടും സലാം പറയാൻ പോലും മടിയാൻ. സലാം പറയുക മാത്രമല്ല, അവരുടെ ഒന്ന് കൈ പിടിക്കുക, ഒരു ഹസ്തദാനം, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഒരു മുസാഫഹ. അതുപോലെ തന്നെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആരെയും സുഹൃത്തുക്കളെയും ഒക്കെ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്തായ കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളാണെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുക, പാപ്പയെ ഉമ്മയോട് അവരുടെ മുഖത്തൊന്ന് ഒരു താടിക്കൊന്ന് പിടിച്ച് നെറ്റിത്തടത്തിൽ ഒന്ന് ഉമ്മ വെച്ചാൽ, ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ, എന്താ ഉമ്മ നിങ്ങൾക്കൊന്ന് ചിരിച്ചുകൂടെ ഒന്ന് മുഖത്തൊന്ന് ചെറുതായി ഒന്ന് തോണ്ടിയാൽ, ഒരു സ്നേഹത്തിന്റെ തോണ്ടൽ. ഇതൊക്കെ ബാപ്പയോടും ഉമ്മയോടും നടത്തിയാൽ എന്നോടവൻ ചോദിക്കുന്നു, എന്നോടവൻ പറയുന്നു, എന്നോടവൻ അനുവാദം ചോദിക്കുന്നു, എന്റെ തൃപ്തി അവൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ തോന്നുമ്പോ തിന്നാൻ കൊടുക്കുന്നതിനേക്കാൾ 1000 10,000 കൊടുക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവർക്ക് വലിയ വീടോ സൗകര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ, 2 വേലക്കാരെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ ഒക്കെ നല്ലത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സംസാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു നിലക്ക് നമ്മൾ പെരുമാറിയാൽ അവരുടെ സന്തോഷം എത്രയായിരിക്കും. അവരനുഭവിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസികമായ സംഘർഷങ്ങൾ അതൊക്കെ ഉരുകിപ്പോയി വളരെ സംതൃപ്തിയോടും റാഹത്തോടും ശാന്തതയോടും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണത്തിലും പരിപാലനത്തിലും ജീവിക്കുന്നുവെങ്കിൽ പരലോകത്തേക്ക് ഇതിനേക്കാൾ വലിയ മുതൽക്കൂട്ടെന്താണ്. അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കണം,
നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണോ മാതാപിതാക്കളോട് പെരുമാറാറുള്ളത്? എന്റെ മകനെ കാണണം, എന്റെ മകളെ കാണണം, അവനെന്റെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാവുന്ന അവസ്ഥയിൽ നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കാണേണ്ടതില്ല, അതിന്റെ മുമ്പ് വാതിലടിച്ച് കിടക്കട്ടെ, കാണാതിരിക്കട്ടെ എന്നാണ് ബാപ്പയും ഉമ്മയും നമ്മെക്കുറിച്ച് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ നരകം പേടിക്കണം. 11ാമത്തെ കാര്യം, ബാപ്പയെയും ഉമ്മയെയും ചീത്ത പറയുക. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വൻപാപമാണ്. ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയല്ല. അപ്പൊ സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് നബിയെ ഒരാൾ സ്വന്തം ബാപ്പയെ ഉമ്മയെ ചീത്ത പറയുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, ഒരാൾ മറ്റൊരുത്തന്റെ ബാപ്പയെ പറയുന്നു, അപ്പൊ അവൻ തിരിച്ചിങ്ങോട്ട് ബാപ്പനെ ചീത്ത പറയുന്നു. അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഉമ്മയെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ ബാപ്പക്ക് വിളിക്കുന്നു, അപ്പൊ ഉമ്മക്ക് വിളിക്കുന്നു, അവൻ തിരിച്ചിങ്ങോട്ട് ഈ പറഞ്ഞവന്റെ ഉമ്മക്ക് വിളിക്കുന്നു. അപ്പോ സ്വന്തം ബാപ്പയും ഉമ്മയും ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം എന്താ? നമ്മൾ മറ്റൊരുത്തന്റെ ബാപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, ബാപ്പക്കും ഉമ്മക്കും പറഞ്ഞു എന്നതാണ്. അപ്പൊ കാരണക്കാരൻ നമ്മൾ തുടങ്ങിവെച്ച കാരണം കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ അധിക്ഷേപിക്കപ്പെടുന്നു എങ്കിൽ അതാണ് സ്വന്തം ബാപ്പയെ ചീത്ത പറയൽ, ഉമ്മയെ ചീത്ത പറയൽ. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതാരെയാ? മറ്റവന്റെ ബാപ്പനെയാണ് അല്ലെങ്കിൽ ഉമ്മയാണ്. പക്ഷെ തിരിച്ചു മറുപടി നമ്മുടെ ബാപ്പക്കും ഉമ്മയും കുറിച്ചാണ്. അപ്പൊ അത് സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ചീത്ത, ശകാരം, തെറി പറയുക എന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഇത് വൻപാപമാണ്. വൻപാപം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും നിലക്ക് ദുനിയാവിലോ ആഖിറത്തിലോ പ്രത്യേകമായ ശിക്ഷ പറയപ്പെട്ടിട്ടുള്ള ഏതൊരു തിന്മയും വൻപാപമാണ്. പ്രത്യേകമായ ഒരു ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും അങ്ങനെ ഉള്ളതിനാണ് വൻപാപങ്ങൾ എന്ന് പറയുക. അപ്പൊ അത് 5, 10, 7 ഒന്നല്ല, ഒരുപാടെണ്ണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ കബായിർ എന്ന് പറയുന്ന പുസ്തകങ്ങൾ തന്നെ പൗരാണികരും ആധുനികരുമായ ആളുകൾ എഴുതിയത് കാണാം, ഖുർആനും ഹദീസും വെച്ചിട്ട്. അതിൽ 70ഉം 100ഉം ഒക്കെ അതിലധികവും എണ്ണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസിൽ ഇതേ ആശയം വേറെ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നത് വൻപാപത്തിൽപ്പെട്ടതാകുന്നു. ആദ്യം പറഞ്ഞെന്താ? ചീത്ത പറയുക. ഇവിടെ പറയുന്നതോ ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക. അപ്പോഴും സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് നബി ഒരാൾ സ്വന്തം ബാപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ ശപിക്കുക? അപ്പോഴും നബി നൽകിയ മറുപടി മുകളിലെ ഹദീസ് പറഞ്ഞതാണ്. ഒരാൾ മറ്റൊരുത്തന്റെ ബാപ്പക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മയെ ചീത്ത പറയുന്നു, എന്റെ ബാപ്പ അങ്ങനല്ലേ ഇങ്ങനല്ലേ, അല്ലെ ഉമ്മ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് പറയുന്നതും എന്റെ ബാപ്പ എന്റെ ഉമ്മ എന്നൊക്കെ പറയുന്നൊക്കെ ആ ചീത്ത പറയലാണ്. അപ്പൊ തിരിച്ചിങ്ങോട്ട് അവൻ ചീത്ത വിളിക്കുന്നു ഇവന്റെ ഉമ്മയെ. ഇതും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാകുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അബു തുഫൈൽ എന്ന് പറയുന്ന ആള് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, സംഭവം കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സ്വകാര്യമായി പറഞ്ഞ ഒരു കാര്യം എന്താ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ അലി ഇബ്നു അബി ത്വാലിബിന്റെ മറുപടി, മറ്റാരോടും പറയാത്ത ഒരു രഹസ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോടായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുകയാണ്. നബി പറഞ്ഞൊരു വാചകം, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച 4 ആളുകളുണ്ട്. ഒന്ന്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവർ. മരിച്ചുപോയ ജാറത്ത് കിടക്കുന്ന ആളുകൾക്ക്, തങ്ങളിപ്പാപ്പന്മാർക്കൊക്കെ അറവ് നടത്തുന്ന ആളുകൾ, ബദരീങ്ങൾക്ക് അങ്ങനെ പലർക്കും അറക്കുന്നവർ. ലാനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, ബിദ്അത്ത് ചെയ്യുന്ന ഒരുത്തൻ, അവന് അഭയം കൊടുത്തവൻ. വിദേഹത്ത് ചെയ്യുന്നില്ല അയാൾ, വിദേഹത്ത് ചെയ്യുന്ന ആൾക്ക് അഭയം കൊടുക്കുക, അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഭൂമിയുടെ അടയാളങ്ങൾ എന്നാൽ അതിരുകളും സർവേക്കല്ലുകൾ, അതിർത്തികൾ, അതിർവരമ്പുകൾ ഇതൊക്കെ മാറ്റി മറിക്കുന്നവൻ, എന്നാൽ അതിര് തിരുത്തുന്നവൻ, ഇങ്ങനെയുള്ളവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ ശപിച്ചവൻ, ഇതാരാ ശപിച്ചത്? മുകളിലെ ഹദീസ് മനസ്സിലായി. മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നവനാണ് സ്വന്തം മാതാപിതാക്കളെ ശപിച്ചവൻ എന്ന് രണ്ടാമത്തെ ഹദീസിൽ മുകളിൽ മനസ്സിലാക്കി. അവനെ അള്ളാഹു ശപിച്ചു. അള്ളാഹു ശപിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ പരലോകത്തുള്ള എല്ലാ നീഴ്മത്തുകളും, അള്ളാഹുവിന്റെ നീഴ്മത്തുകളിൽ നിന്ന്, അതിൽ ഏറ്റവും വലിയ നിയമത്ത് എന്താ? സ്വർഗമാണ്. അതിൽ നിന്ന് ഒരുത്തനെ ദൂരെയാക്കുക. അതാണ് അള്ളാഹുവിന്റെ ശാപമുണ്ട്, റസൂലിന്റെ ശാപമുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ ശാപം കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകില്ല. ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടായിന്ന് വരും. പരലോകത്ത് അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന സ്വർഗം അവന് അനുഭവിക്കുകയേയില്ല. ഇതാണ് സ്വന്തം മാതാപിതാക്കളെ പറയിപ്പിച്ചവൻ. ഇനി ഇതേപോലെ
എടാ ഇന്ന ആളുടെ മകനല്ല നീ എന്ന് നമ്മൾ ഒരാള് നമ്മെക്കുറിച്ച് പറയേണ്ടി വന്നാൽ നമ്മുടെ ദുസ്വഭാവം കൊണ്ട്, അവിടെയും ചീത്ത കേൾക്കുന്നതാരാ? നമ്മൾ ചെയ്യുന്ന തമ്മാടിത്തം കൊണ്ട് നമ്മുടെ ബാപ്പ കുറ്റക്കാരനായി അല്ലെങ്കിൽ ബാപ്പയിലേക്ക് ചേർത്ത് സമൂഹം ആക്ഷേപിക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മളാണ്. ഇതും ഈ പറയുന്ന സബ്ബ് ലഅന എന്നൊക്കെ പറയുന്നതിന്റെ പരിധിയിൽ വരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ബാപ്പന്റെ ഉമ്മന്റെ സുഹൃത്തുക്കളായ സ്നേഹിതകളായ ആളുകളെ അവരുടെ ജീവിതകാലത്താണെങ്കിലും അവരുടെ മരണശേഷമാണെങ്കിലും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. എന്തിൽപ്പെട്ടതാണ്? സ്വന്തം ബാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്നതിൽപ്പെട്ടതാകുന്നു, ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽപ്പെട്ടതാകുന്നു. ഇപ്പൊ നമ്മുടെ ബാപ്പ ഉമ്മ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, അവർ പലപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയും അവരെ വന്ന് കാണുകയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്, ഹദിയ, സമ്മാനങ്ങൾ കൈമാറുകയും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളുണ്ടാവും. നമ്മൾ പോല അവരെ മരിച്ചതോടുകൂടി ആ ബന്ധങ്ങളും അവസാനിക്കുന്നു. എന്നാൽ ആ സുഹൃത്തുക്കളായിരുന്ന മാപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ, അതേ ബന്ധം മക്കൾ നിലനിർത്തുക എന്ന് പറയുന്നത് പുണ്യത്തിൽ അവരോട് മാതാപിതാക്കളുടെ പുണ്യമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്രക്കിടയിൽ മക്കയിലെ വഴിയിൽ വെച്ച് അറാബികളിൽപ്പെട്ട ഗ്രാമീണരായ, എന്നാൽ ഇന്നിപ്പം ഗൾഫ് പോയ ആൾക്കാർക്ക് ബദുക്കൾ എന്ന് പറയുന്ന ബദുക്കളിൽപ്പെട്ട ഒരാളെ കണ്ടുമുട്ടി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഗൽഭ സഹാബിയാണ്. ഈ ബദുവായ ഗ്രാമീണനായ അറബിയുടെ അടുക്കലേക്ക് ചെല്ലുകയും അദ്ദേഹത്തോട് സലാം പറയുകയും എന്നിട്ട് താൻ സഞ്ചരിച്ച കഴുതപ്പുറത്ത് ഈ അറാബിയായ ഗ്രാമീണന് ആ വാഹനപ്പുറത്ത് കയറ്റുകയും എന്നിട്ട് തന്റെ തലപ്പാവഴിച്ചുകൊണ്ട് ഈ ഗ്രാമീണനായ അറബിക്ക് ഒരു ഗിഫ്റ്റായി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ, അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്യട്ടെ വരുത്തട്ടെ, ഇവര് ഗ്രാമീണ അറബികളാണല്ലോ, ഇവർക്ക് എന്തെങ്കിലും ചെറുതായി ഒന്ന് കൊടുത്താൽ തന്നെ അവർ സംതൃപ്തരാകും, പിന്നെന്തിനാണ് നിങ്ങൾ സലാം പറഞ്ഞു, കഴുതപ്പുറത്ത് കയറ്റി, അതാണ് വാഹനം, ആ കഴുതപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യിപ്പിച്ചു, പിന്നെ നിങ്ങളെ ഉള്ള തലപ്പാവ് അഴിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ അവർ ആദരിച്ചത് എന്തിനാണ്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു മറുപടി, ഇന്ന അബാ ഹാദാ കാന വുദ്ദൻ ലി ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ വാപ്പയായ ഉമറിന്റെ വുദ്ദായിരുന്നു ഇവന്റെ വാപ്പ, അതുകൊണ്ടാണ്. അതായത് അബ്ദുല്ലാഹി ഉമറിന്റെ ബാപ്പ ഉമറിന്റെ സുഹൃത്തിന്റെ പുത്രൻ. അപ്പോ ബാപ്പന്റെ സുഹൃത്തിനെ അല്ല ആദരിച്ചത്, ഇവിടെ ബാപ്പന്റെ സുഹൃത്തിന്റെ മകനെ ആദരിച്ചത് അത് എന്റെ ബാപ്പയോടുള്ള ബാപ്പന്റെ സുഹൃത്തായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടു. ഇവിടെ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വുദ് എന്നതിന് സ്നേഹം, ഇഷ്ടം എന്ന അർത്ഥത്തിലും സ്നേഹിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പൊ എന്റെ പിതാവായ ഉമറിന്റെ വുദ്ദായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്നാൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സ്വന്തം നിലയ്ക്ക് ചെയ്തതല്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ചെയ്യുന്ന പുണ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് സിലത്തുൽ വലദി, മകൻ, ഒരാളുടെ മകൻ ബന്ധം ചേർക്കലാണ്. ആരോട്? അഹ്ല വുദ്ദി അബീഹി, തന്റെ ബാപ്പ ഇഷ്ടപ്പെട്ട ആളുകളോട് ബന്ധം ചേർക്കുക എന്നതാണ് ഒരു മകൻ ബാപ്പയോട് ചെയ്യുന്ന പുണ്യത്തിൽ ഏറ്റവും നല്ല പുണ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, അവരിഷ്ടപ്പെട്ട സഹോദരി സഹോദരന്മാർ അല്ലെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരൊക്കെ ഉണ്ടാവും. ബാപ്പക്ക് പോകാൻ കഴിയുന്നില്ല, ഉമ്മക്ക് പോകാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോ അവർക്ക് ആ ബന്ധം നിലനിർത്താൻ ജീവിതത്തിലാണെങ്കിലും മരിച്ചതിന് ശേഷമാണെങ്കിലും അവരെ പോയി കാണുക, അവരെ സന്ദർശിക്കുക. ഇനി ബാപ്പ അവരെ സൽക്കരിക്കാറുണ്ടായിരുന്നുവെങ്കിൽ അവരെ സൽക്കരിക്കുക. അതുപോലെ ബാപ്പയമ്മയും അവർക്ക് ഗിഫ്റ്റ് വരുമ്പോഴോ കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ സദഖ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നുവെങ്കിൽ അത് കൊടുക്കുക. അതെന്തിനാണ്? ഈ ബാപ്പ ചെയ്ത കാര്യം മക്കൾ നിലനിർത്തുക, ഇത് ബാപ്പയോടുള്ള പുണ്യത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ ബാപ്പയായ ഉമറിന്റെ സുഹൃത്തിന്റെ മകനായ ഈ ഗ്രാമീണ അറബിക്ക് ഞാൻ ഈ നിലക്കുള്ള സമ്മാനവും ഒരു ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തത് എന്ന് മറ്റുള്ളവരുടെ ചോദ്യത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇതും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എല്ലാ നിലക്കും മാതാപിതാക്കളോട് പുണ്യം ചെയ്യുകയും അത് മുഖേന സ്വർഗം സിദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഹജ്ജ് നിർബന്ധമാകുന്നത് എപ്പോഴാണ്, ആരൊക്കെയാണ് ഹജ്ജ് ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസുകളിൽ ആ വിഷയം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ കൂടുതൽ വിശദീകരിക്കാൻ സമയമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ ഹജ്ജിന്റെ പ്രഖ്യാപനം നടത്തണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയും ഇബ്രാഹിം നബി സമൂഹത്തിൽ അത് വിളംബരം ചെയ്യുകയും ചെയ്തതായി സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ, അതിൽ 4-ാമത്തേതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന് ഹജ്ജാണ്. അതുപോലെ ഹിജ്റ 9 സൂറത്ത് ആലി ഇമ്രാനിൽ അവതരിച്ച 97-ാമത്തെ ആയത്ത് ജനങ്ങളുടെ മേൽ ബാധ്യതയാകുന്നു അള്ളാഹുവിന്റെ ഭവനം, അതായത് കഅബാലയം ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചു പോകൽ, ഹജ്ജിന് പോകൽ വഴി സാധ്യമാകുന്ന ആളുകൾക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയും ചെയ്തു. അപ്പൊ എന്താ, മനുഷ്യർ ഹജ്ജിന് പോകാൻ കഴിയുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നത് ജനങ്ങൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ്, അള്ളാഹുവിനുള്ള അവകാശമാണ്. ഏതുപോലെ നമസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ പോലെ തന്നെ അവിടെ ഷർത്തായി പറഞ്ഞ കാര്യം എന്താ, മനിസ്തതാഅ ഇലൈഹി സബീല, വഴി സാധ്യമാകുന്നവർ. ഇതിപ്പോ നീട്ടിപ്പരത്തി വിശദീകരിക്കേണ്ട കാര്യമല്ല. ഒരാൾക്ക് എപ്പോഴാണ് ഹജ്ജിന് പോകാൻ ബാധ്യതയാകുന്നത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിമായ പ്രായപൂർത്തി എത്തിയ ബുദ്ധിപരമായ കഴിവുള്ള, എന്നാൽ ഭ്രാന്തോ കാര്യങ്ങളോ ഓർമ്മത്തകരാറോ അങ്ങനത്തൊന്നുമില്ലാത്ത ആളുകൾ കഴിവുള്ളവരാണെങ്കിൽ അവൻ ഹജ്ജിന് പോകണം. എന്താണ് കഴിവ്? ഏക്കർ കണക്കിന് ഭൂമിയും 4 ബിൽഡിങ്ങിന്റെ വാടകയും പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റും ഒരേ കുറച്ച് കെട്ടാക്കി വെച്ചതും ഇതൊക്കെ കൂടി ഉണ്ടായിട്ട് എല്ലാ ഏർപ്പാട് കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളതല്ല. ഒരാൾക്ക് ഹജ്ജിന് പോകാൻ, ചുരുക്കി പറയാട്ടോ, ഹജ്ജിന് പോകാനുള്ള ചെലവ്, പോയി തിരിച്ചു വരാനുള്ള ചെലവ്, പോയി തിരിച്ചു വരുന്നത് വരെ ഭാര്യ, മക്കള്, ഇനി നോക്കേണ്ട മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക്, അതായത് ആ കുടുംബത്തിനുള്ള ചെലവിന്, പോയി തിരിച്ചു വരുന്നത് വരെ, അടുത്ത കൊല്ലം വരെയല്ല, പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവിന് വേണ്ട കാശ്, നമുക്ക് ഹജ്ജ് പോകാനുള്ള പണം, ഇതുണ്ടെങ്കിൽ അയാൾക്ക് പോകാൻ യാത്രക്ക് തടസ്സവുമില്ലെങ്കിൽ അയാൾ ഹജ്ജിന് പോകൽ നിർബന്ധമാകുന്നു. ഇത് ഏത് മദ്ഹബിന്റെയും പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ കടം തടസ്സമല്ല. കടമുള്ളവൻ ഹജ്ജിന് പോകാൻ പറ്റുമോ? ഇതൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു. കടം വീട്ടേണ്ട കടമുണ്ട്, അവധിയെത്തി എങ്കിൽ അവൻ കടം വീട്ടിയിട്ടാണ് ഹജ്ജിന് പോകേണ്ടത്. ഇനി അതല്ല, ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളോട് ചോദിച്ചിട്ട് ഞാൻ വന്നിട്ട് തന്നാ മതിയോ എന്ന് ചോദിച്ച് അയാൾ സമ്മതിക്കുകയാണെങ്കിൽ ആ കടം ഉള്ളപ്പോൾ തന്നെ ഹജ്ജിന് പോകാം. ഇനി കടം അവധി എത്തിയിട്ടില്ല, നമ്മള് ഗഡുക്കളായി വീട്ടേണ്ട കടമാണ്, ഇനിയും അവധിയുണ്ട് എങ്കിൽ തന്നെ അയാൾക്ക് ഞാൻ പോയി വന്നാലും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും അയാൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ഈ കടം അയാൾക്ക് തടസ്സമാകുന്നില്ല. പിന്നെ ചില ആൾക്കാർ പറയും, മകൻ പെണ്ണ് കെട്ടിയിട്ടില്ല, മകളെ കെട്ടിച്ചിട്ടില്ല, വീട് മാറ്റിണ്ടാക്കിയിട്ടില്ല, പിന്നെ ആ കുട്ടിനെ പഠിപ്പിക്കാനുണ്ട്, ഇവിടെ എത്ര ഫീസ് കൊടുക്കാനുണ്ട്. ഇതൊന്നും ഹജ്ജിന് പോകാനുള്ള തടസ്സമല്ല. നേരത്തെ പറഞ്ഞ എന്താന്നുള്ളത്, സ്വന്തം ചെലവ്, കുടുംബത്തിന്റെ ചെലവ്, ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള കാശ്, ഇതുണ്ടെങ്കിൽ ആർക്കൊക്കെ ഉണ്ടോ അവർ ഹജ്ജിന് പോകൽ നിർബന്ധമാകുന്നു. ലക്ഷക്കണക്കിന് കയ്യിൽ പൈസയും ഇടക്കിടക്ക് 5-10 സെന്റ് വാങ്ങുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാത്തവരുണ്ട്. ഖുത്ബ നടത്തുന്നവർ, ഖത്തീബുമാർ, 5-6 കൊല്ലം അറബി കോളേജിൽ പഠിച്ചവർ, മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പോകാത്തത് എനിക്കറിയാം. എല്ലാ നിലക്കുണ്ട്, സ്ഥലം എടുക്കുന്നുണ്ട്, മറ്റെല്ലാ ഏർപ്പാട് നടക്കുന്നുണ്ട്, ലക്ഷങ്ങളുടെ വണ്ടി ഉണ്ട്, പക്ഷെ ഹജ്ജിന് പോകാൻ സമയമായിട്ടില്ല. ഞാൻ അതിനെന്താ, മരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ പോരെ? ഇതൊക്കെ കുറെ വിഷയങ്ങളുടെ അതിനകത്ത്. മരിക്കുന്നത് വരെ സമയം ഉണ്ടല്ലോ. മരിക്കുന്ന സമയം ആരാ നമുക്ക് പറഞ്ഞെന്ന്? എനിക്ക് 2 കൊല്ലം കൂടി ആയുസുണ്ട്, അല്ലെ 5 കൊല്ലം ആയുസുണ്ട്? ഇല്ല. ഹദീസ് കാണാം, നബി പറഞ്ഞു, നിങ്ങൾ തഅജ്ജലു, ഹജ്ജിന് സമയമായാൽ നിങ്ങൾ ധൃതി കാണിക്കണം. അതുപോലെ അള്ളാഹു ഹജ്ജിന് കൽപ്പിച്ചിരിക്കുന്നു, മനുഷ്യരെ ഫഹുജ്ജു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. അവിടെ കൽപ്പിച്ചിരിക്കുന്നു അതിനാൽ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധ്യത ആർക്കുണ്ടോ അവൻ ഒട്ടും പിന്തിപ്പിക്കാതെ തന്നെ അവൻ ഉടനെ ഹജ്ജിന് പോകേണ്ടതാകുന്നു. വേറെ ഹദീസ് കാണാം, നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടു പോകുമെന്നോ, ആരോഗ്യം നശിച്ചു പോകുമെന്നോ, രോഗം ബാധിക്കുമെന്നോ നിങ്ങൾക്ക് ഇതൊന്നും വരൂല എന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഇക്കൊല്ലം സൗകര്യമുണ്ട്, അടക്കട്ടെ, അടുത്ത കൊല്ലം പോകാം, പിറ്റത്തെ കൊല്ലം എന്ന് വിചാരിച്ചാൽ അടുത്ത കൊല്ലം ഉണ്ടാവോ? ജീവിച്ചിരിക്കോ? പറയാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാണ് തടസ്സം വരിക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് എന്ത് തടസ്സമാണ് വരിക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോരുത്തരുടെ ശേഷി അവനവൻ കണക്കൂട്ടുക. നമ്മുടെ ആരോഗ്യം എപ്പോ നശിക്കും, കാഴ്ച എപ്പോൾ പോകും, നടത്തം എപ്പോൾ നിൽക്കും, എന്റെ ഡിസ്കിന് എപ്പോഴാണ് തകരാറ് വരിക. നന്നായി നടക്കാൻ ശേഷി വേണം ഹജ്ജിന് പോകണമെങ്കിൽ. അത് പോയ ആളുകൾക്കറിയാം. 4 ദിവസത്തിനിടക്ക് 8 വേണ്ട,
9, 10, പിന്നെ 11, 12, 13 ഈ 4 ദിവസത്തിനിടക്ക് കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. അപ്പൊ അതിന് ആരോഗ്യം വേണം. അപ്പൊ ഇനി മരിച്ചു പോകുമോ? മരിച്ചുപോയി ഹജ്ജ് ചെയ്യാതെ ബാധ്യത എത്തിയിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയാൽ അള്ളാനോട് എന്തുത്തര പറയാ? അപ്പൊ അതുകൊണ്ട് സഹോദരന്മാർ ആലോചിക്കുക, പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകാൻ കഴിവുള്ള എന്നാൽ മാനസികമായി ഉറപ്പുള്ള വിശ്വാസപരമായി കരുത്തുള്ള ആളുകൾക്ക് സർക്കാർ ഗ്രൂപ്പിൽ പോകാം. 3,70,5,000 താഴെ ഉറുപ്പിക മതി കഴിഞ്ഞ കൊല്ലത്തെ അതിന്റെ മുമ്പത്തെ കൊല്ലത്തെയും കണക്ക് വെച്ചാൽ ഒരാൾക്ക് ഹജ്ജിന് പോകാൻ. അതിൽ തന്നെ പോയ ആളുകൾക്ക് 25,000 ഒക്കെ തിരിച്ചു കിട്ടിയവരുണ്ട്. ഇത് 3.5 താഴെ കൊടുത്തതിൽ 25,000-ഓളം തിരിച്ചു കിട്ടിയ യാജിമാണ് കഴിഞ്ഞ കൊല്ലം പോയ ആൾക്കാർ. അത് സർക്കാർ കണക്കനുസരിച്ച് എവിടെ താമസിച്ചു, ഏത് ഹോട്ടലിൽ താമസിച്ചു, അതിന്റെ റേറ്റ് എന്താണ്, സൗകര്യം എന്താന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് കൃത്യമായ കണക്കാണ്. ബാക്കി തിരിച്ചു വരും. പ്രൈവറ്റ് പോയാൽ ബാക്കി തിരിച്ചു കിട്ടൂല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു എപ്പോഴെങ്കിലും ചെയ്തു തീർക്കേണ്ടുന്ന ഒരു ബാധ്യതയല്ല, മറിച്ച് ഈ നേരത്തെ പറഞ്ഞ ആ കണക്കിന് നമുക്ക് ശേഷിയുണ്ടോ എങ്കിൽ പോകൽ നിർബന്ധമാകുന്നു, ഇല്ലെങ്കിൽ കുറ്റക്കാരനാണ്. പിന്നെ ആരോഗ്യപ്പുണ്ട്, അടുത്ത കൊല്ലം ആരോഗ്യമല്ല എന്നാലോ അപ്പോഴും നമ്മൾ പിന്തിപ്പിച്ചല്ലേ, കഴിവുള്ളപ്പോൾ നമ്മൾ പിന്തിപ്പിച്ചു, അതും കുറ്റക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജൂലൈ 20-നടക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് സഹായിക്കാനൊക്കെ പല സംഘടനകളും തയ്യാറാണ്, ഫോം പൂരിച്ചെടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുപോലെ തന്നെ ഹജ്ജ് വളണ്ടിയേഴ്സ് ഉണ്ട്, അവരുടെ ലിസ്റ്റ് സൈറ്റിൽ നോക്കിയാൽ കിട്ടും. അവരോ അല്ലാതെ പല സംഘടനക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആളുകൾ വരെ ഈ ഫോം പൂരിച്ചെടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും പ്രതി കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പോകുമ്പോ കൂടെ പോരുന്നത് തൗഹീദുള്ള 2 ആളെങ്കിലും കൂടെ കൂട്ടിയ ഒരു ഗ്രൂപ്പാക്കി പോകാൻ ഉദ്ദേശിക്കണം. കാരണം ഈ സർക്കാർ ഗ്രൂപ്പിൽ എല്ലാ ചുരുക്കും വിധത്തിൽ നടക്കുന്നതാണ്. അവിടെ വരെ മൗലൂദ് ഹദ്ദാദ് റാത്തി വെക്കുന്ന ആളുകളുണ്ട്, മിനയിൽ വെച്ച് വരെ. ആ വലയിൽ കൂടിയാൽ നമ്മളെ ഈമാൻ കൂടി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് പ്രതിരോധിക്കാനും പിടിച്ചു നിൽക്കാനും ഉള്ള ഈമാനികമായ കരുത്ത് നമുക്കുണ്ടാകണം. അത്തരമൊരു കൂട്ടാളിയെ കൂടി കൂടെ നിർത്താൻ സഹായിക്കുക. പിന്നെ പാസ്പോർട്ട് പുതുക്കേണ്ട ആളുകൾ 2027 ഡിസംബർ വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടാകണം. അപ്പൊ അതിനിപ്പോ അപേക്ഷ കൊടുക്കണം. ഇപ്പൊ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് 20-ന്റെ ഇടയ്ക്ക് 7 ദിവസം കൊണ്ട് പാസ്പോർട്ടിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പിന്തിപ്പോയാൽ അപേക്ഷയും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, ഇത് ഗൗരവത്തിലെടുക്കുക. ഒട്ടും ഈ പറഞ്ഞ ശേഷിയുള്ള ആളുകൾ പിന്തിപ്പിച്ചാൽ അത് കുറ്റകരമാണ് എന്ന കാര്യം